Hi dears, welcome back to Variety Recipes. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് കിഴങ്ങും കടലമാവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സാധനങ്ങൾ മതി, പിന്നെ കുറച്ച് എണ്ണ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇത്രയും 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. പിന്നെ നമുക്ക് വെറുതെയും ചായയുടെ കൂടെയും കഴിക്കാം. പൊട്ടറ്റോ ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പുറത്ത് നമ്മളുടെ ഈ കവറിങ് വളരെ ക്രിസ്പിയുമാണ്. ചൂടോടുകൂടി കഴിക്കാൻ നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം കുറച്ച് ചേർത്ത് നല്ല കട്ടിയിലുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ലൂസായി പോകരുത്, കുറച്ച് നല്ല കട്ടിയിൽ തന്നെ വേണം. എന്നാലേ ഇത് പൊട്ടറ്റോയിൽ മുക്കിയെടുത്താൽ നന്നായിട്ട് പിടിച്ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഊർന്നു പോകും. പിന്നെ ഞാനിവിടെ 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുക്കുക, നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക. ഉപ്പ് ചേർത്ത് പുഴുങ്ങിയ പൊട്ടറ്റോ ആയിരിക്കണം. കുറച്ച് വേവ് നിർത്തിയെടുത്താൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ബോയിൽ ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെന്ത് പോയി. അതുകൊണ്ട് ഇത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പൊടിഞ്ഞ കഷ്ണങ്ങളുണ്ടാവും. അത് നമുക്ക് അവസാനമാകുമ്പോൾ ബാറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് അങ്ങനെയും എടുക്കാം. നീളത്തിലുള്ള നല്ല കഷ്ണങ്ങളൊക്കെ നമുക്ക് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കുകയും ചെയ്യാം. അടർന്നു പോയ കഷ്ണങ്ങൾ അവസാനം നമുക്ക് ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെറിയ ചെറിയ ബോൾസാക്കി മുരിച്ചെടുക്കുകയും ചെയ്യാം. വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പം ഞാനതെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ ഓരോ പീസും നമുക്ക് ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കാഞ്ഞ എണ്ണയിൽ വേണം ഇടാനായിട്ട്. ഇട്ടതിന് ശേഷം മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കവറിങ് ഒക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഗോൾഡൻ യെല്ലോ കളറായി കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കിയ ഈ സ്നാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാനും പിന്നെ കുട്ടികൾക്കൊക്കെ സോസിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.